ഹസനത്തിൻ സയ്യിഅത്തും മിസ്ലുഹാ. തിന്മക്കുള്ള ശിക്ഷ തത്തുല്യമായ ആ തിന്മ തന്നെയാണ്. ഇവിടെ വന്നിട്ട് മുജാഹിദിനൊന്ന് അടുപ്പിക്കാൻ നോക്കിയതാ, അടി പുറകിന്ന് കിട്ടിയതാ പറയുന്നത്. അങ്ങോട്ട് കിട്ടി ഇങ്ങോട്ട് കിട്ടി, വാങ്ങിയത് കൊണ്ട് ഇരുത്തോളി. ഇനി അത് മാത്രല്ല, ഇനിയും കേൾക്കാം, ഇനിയും പറയാ. ഇവര് നമ്മളെ തിരിച്ചു വിളിക്കാണല്ലോ. എങ്ങോട്ടാ വിളിക്കണത്? ഇനി കാണാ. എന്ത് കേട്ടോളൂ. ഇളവും ഇവിടെ 928 എന്ത് സംഭവിച്ചു, 932 എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു ഒരു കാലല്ല. ഞങ്ങൾ ഇളക്കിയാൽ നിങ്ങളെ വയറ് പൂർണ്ണമായി ഇളകിപ്പോകും എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് സത്യത്തിൽ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എന്റെ മൊബൈൽ കുരുത്തം വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുക. ദിവസം ഭീഷണിപ്പെടുത്താൻ ഞാൻ ആദ്യം 1-2 പ്രാവശ്യം അത് പിന്നെ മാന്യമായി മറുപടി പറഞ്ഞു. പിന്നെയും വിളിച്ച് ഭീഷണിപ്പെടുത്തുക. അങ്ങനെയാക്കും അവിടെ തടി ഇവിടെ പിടിക്കും, അവിടെ ചവിട്ടും, ഇവിടെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. ഒരുത്തൻ ഫോണിൽ വിളിച്ചിട്ട് എന്താ തലയെക്കെട്ടുകാർക്ക് വന്നു പോയത്, എന്താ ഈ മുസ്ലിംമാർക്ക് എന്ത് പറ്റിപ്പോയി മനുഷ്യന്മാര്, നാണക്കേട്. ഇത് മനുഷ്യനോട് പറയാൻ പറ്റൂല, നാണക്കേട്, വൃത്തികേട്. ഇന്നലെ 2:10 ഞാൻ ജുമാ കഴിഞ്ഞ് വന്നപ്പോ ഒരു ഫോണ്, അപ്പൊ 04952 ഞാന് ഇവിടെ വയനാടിൽ ഫോണ് എന്റെ ഫോണിലേക്ക് പിന്നെ ലാൻഡ് ഫോൺ എന്നാ വിളിക്കുന്നത്. ലാൻഡ് ഫോണിന് വിളിക്കാണ്. ഇതാ ഇങ്ങനെ വളരെ ആഭാസകരമായി സംസാരിക്കുക, ഞങ്ങൾ കാണിച്ചു, അങ്ങനെ ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ ചെയ്യുക. ഞാൻ ഫോൺ വേഗം കട്ട് ചെയ്തിട്ട് ഷാഹുൽ അമീദിനെ വിളിച്ചു, ഫറോക്കിലേക്ക് വിളിച്ചു. 0492 ഇന്ന നമ്പർ ഉണ്ട്, ഉടനെ ആ നമ്പർ ആരെ നമ്പറാണെന്നൊന്ന് പിന്നെ കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. നമ്പർ വിളിച്ചു നോക്കുമ്പോ പിന്നെ എവിടെ ഷാഹുലെ ഫറോക്ക് കോടമ്പുഴ AP നടത്തുന്ന ബൂത്തുന്ന. നിങ്ങൾ തൊപ്പിട്ടല്ലേ, തൊപ്പിയും താടിയൊക്കെ ഉണ്ട്. ഇവരൊക്കെ ചവിട്ടാത്ത കാലെന്തിനാ മനുഷ്യന്മാര്? എന്താ ഈ മനുഷ്യന്മാർ തലക്കെട്ടും തൊപ്പിടുകയും ചെയ്യുന്ന താടിക്കാരി കാട്ടിക്കൂട്ടുന്ന തമ്മാടിത്തരം? എന്തേ മനുഷ്യന്മാര് ഇവർക്കൊക്കെ പറ്റിപ്പോയത്? എന്താ അവരെ ഉദ്ദേശം? ഒരു മനുഷ്യൻ പറഞ്ഞതിന് ശരിയല്ലെങ്കിൽ അതിന് വിമർശനാത്മകമായി മറുപടി അറിയാലോ. അല്ല, അത് യൂക്കലാണ്, അതിന് നിരീശ്വരവാദിയാ. അവന് സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ അതിന് പകരം ആരോഗ്യകരമായി സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ വിഷയം കഴിഞ്ഞല്ലോ. അല്ലെങ്കിൽ ഞങ്ങൾ എതിരിടാനുണ്ട്, ഞങ്ങളെ കയ്യിൽ ആരോഗ്യകരമായ നിയമങ്ങളുണ്ട്, ഒന്നും കൂടി വാ നമുക്ക് ചർച്ച ചെയ്യാലോ എന്ന് പറയാലോ. എവിടുന്നാ ഇവരൊക്കെ ഇറങ്ങിയത്? നിങ്ങൾ ആലോചിച്ചു, ഈ കൗമിൽ നിന്ന് അള്ളാന്റെ ദീൻ ഉണ്ടാവും തോന്നുന്നുണ്ടെങ്കിൽ താലേക്കെട്ട് തൊപ്പിട്ടവർക്ക് മാന്യത. എന്താ ഇവരെ വിചാരം? അല്ല, എന്താ ഇവരെ ഉദ്ദേശം? അല്ല, ഇവരെ പിടിച്ചു കെട്ടണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്തിനാ അവർക്ക് വയറിളക്കേണ്ട ആവശ്യം? എന്റെ റഹ്മത്തുള്ളത് പറയുമ്പോ ഇവിടെ പലരും രാവും പകലിലൊക്കെ എതിർക്കണ്ടല്ലോ. എന്റെ റഹ്മത്തുള്ള പറയുമ്പോ മാത്രം ചൂടാവേണ്ട ആവശ്യം എന്താ? അപ്പൊ അതിലുള്ള ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അവരാ വരട്ട് താത്ത വാദവിടെ നടക്കൂലാന്ന് മനസ്സിലാവുന്നുണ്ട്. ഇതിനല്ലേ ഉലമാഉഹും ശർഉ മൻ തഹത അദീമിസ് സമാ. ഇവരെ വിടണം എന്നാണ് നിങ്ങൾ പറയുന്നത്? അല്ല, ഇവർക്കൊക്കെ പറ്റിയത് ഇങ്ങനെ പറഞ്ഞു നടന്നൂടെ? അതിന് ഇവര് കെട്ടിയ ഓളാകണ്ടേ നമ്മൾ? അപ്പൊ ഇനിയിപ്പോ അങ്ങോട്ട് പോകാൻ പറ്റില്ല. കാരണം എന്താ? ഉലമാഉഹും ശർഉ മൻ തഹത അദീമിസ് സമാ. ആ കൗമിനടുക്കൽ പോകാൻ പറ്റില്ലല്ലോ. ഖാസിമി മുത്തേടാണല്ലോ പറഞ്ഞത്. ആ മുത്തേടം തന്നെ പറയാ. ഉലമാഉ ശർഉ മൻ തഹത, അങ്ങോട്ട് പോകാൻ പറ്റൂല. ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ ഒരിക്കലും പൊന്നാര മക്കളെ അങ്ങോട്ട് വന്ന നിങ്ങളെ ചവിട്ടേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടില്ല. ഇനി ആരാ? ഇനി ബാക്കിയുള്ളത് എന്താ? ഞാൻ അവിടെ പോകാന്ന് വിചാരിച്ച എവിടെ ഉള്ളത് ബാക്കി? ബാക്കിയുള്ളത് ഇപ്പുറത്താണ്. അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചാലോ? കേട്ടോളൂ എന്താ ഉള്ളത് അവിടെ. എന്താ ഉള്ളത്? സമസ്ത കേരള സുന്നി യുവജന സംഘം 1954 രൂപീകരിച്ച്, പക്ഷേ നമ്മുടെ നേതാക്കന്മാർ സമസ്ത കേരള സുന്നി യുവജന സംഘത്തെ ഒരിക്കൽ പോലും SKSYS പരിചയപ്പെടുത്തിയില്ല. എന്തുകൊണ്ട്? SK എന്നൊരു കമ്പനി അവസാന നാളുകളിലും അള്ളാഹുവിന്റെ ദീൻ തകർക്കാൻ വരും, ദീൻ പൊളിയന്മാർ SK എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ നേതാക്കന്മാർക്ക് ദീർഘവീക്ഷണം ഉണ്ടായതുകൊണ്ട് ആയേക്കാം സമസ്ത കേരള സുന്നി യുവജന സംഘം എന്നെഴുതിയിട്ട് പാക്കറ്റിൽ SYS എന്ന് മാത്രം നമ്മുടെ നേതാക്കന്മാർ പരിചയപ്പെടുത്തിയത്. നമ്മുടെ നേതാക്കന്മാർ ദീർഘവീക്ഷണമാണ് നമുക്കതിൽ മനസ്സിലാകുന്നെങ്കിൽ ഈ കക്ഷിയുടെ ഉൾമ സഹിക്കറിയാതെ
പൊറുതി കിട്ടിയപ്പോ എന്റെ ജില്ലയിൽ നമ്മുടെ പ്രവർത്തകന്മാർ അവരെ മൂലികൾ എന്ന് വിളിക്കാറുണ്ട്. അതിന്റെ വസ്ത്രത്തിൽ ദുൽമ സഹിക്കാത്തത് കൊണ്ട് വിളിച്ചു പോരുന്നാണെങ്കിൽ മൂലി എന്നതിന് വേറെയും മലയാളത്തിൽ പദങ്ങളുണ്ട്. അതേ പദം തലപ്പത്തുള്ള ആളെ പ്രസിഡന്റ് ആക്കിയതോടുകൂടെ മറുഭാഗത്തിന്റെ മൂലീസം കൂടുതൽ പ്രകടമാകുമെന്ന് നാം മനസ്സിലാക്കിയതുണ്ട്. മഹാനായ സംസുലമായി മുസ്ലിയാർ എനിക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ സംഗതികളെയും കാളപൂട്ട് എന്നാണ് പറയാറുള്ളത്. കമ്പാടി പ്രസിഡന്റായതോടുകൂടെ ആ കാളപൂട്ട് യാഥാർത്ഥ്യമായിരിക്കുക കൊണ്ട് തന്റെ ആത്മാർത്ഥതയോടുകൂടെ ഇഖ്ലാസോടെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുക. കണ്ടോ, അപ്പൊ അവിടെ പോകാൻ പറ്റില്ല. അവിടെ കാളയും പൂരയൊക്കെ ഉള്ളത്, കാളയും പൂരയൊക്കെ ഉള്ളത് അങ്ങോട്ട് പോടാതെ ഊപ്പര് പറയുന്നത്. അപ്പൊ നമ്മളൊന്നും ഇടാറില്ലായിരുന്നു കേട്ടോ. ഇതൊക്കെ ചോദിച്ചു വാങ്ങണ, വിഷമിക്കണ്ട, ഇതൊക്കെ ചോദിച്ചു മേടിക്കണാണ്. ഇതൊക്കെ ഫ്രീ റിഡക്ഷൻ, വെറുതെ തരാ. പിന്നെന്താ ഇനി നോക്കുമ്പോ പിന്നെയും എന്താന്നല്ലേ ഇനി കേട്ടോ എന്താ പറയണത്, ഈ ഗ്രൂപ്പ് തന്നെ കഫറയാണ് എന്നാണ്. ഞാൻ അർത്ഥം പറയണില്ല. ഇവിടെ മുജാഹിദികളെ കാഫറാക്കാൻ വന്നു, മുശ്രിക്കാക്കാൻ വന്നു. ഞാനല്ല പറയുന്നത്, ഉള്ളാട്ടങ്ങളാ പറയുന്നത്. കേട്ടോളൂ ആ വാചകം. അവര് പറഞ്ഞതാ. ഞാന് അവിടെ എപ്പോഴും പോണ ആളൊന്നുമല്ല. ഈ ഔലിയാക്കന്മാരെ പിന്നാലെ പോയാൽ പണിയൊന്നും ഇരിക്കില്ല. വളരെ ബുദ്ധിമുട്ടായ ചിലപ്പോ അങ്ങനെ ഒരാളുണ്ടെന്ന് കേട്ടാൽ ഞാനൊന്നും പോകില്ല. ഒരിക്കലും ഈ മടവൂരിനെ കാണാൻ വേണ്ടി ഞാൻ പോയി. എന്തിന്? ഈ കുഴപ്പം വന്നതിന് ശേഷം നമ്മുടെ ഇടയിൽ ഒരു ഭിന്നിപ്പ് വന്നപ്പോ ഈ മൂപ്പരോട് എന്നെ പോയിട്ട് പറയാം. അപ്പോഴാണ് എന്നെ പിടിപ്പിച്ച് വാതി തുറന്നെത്തിയെന്ന് ഒരാളോടും ഉണ്ടാത്തക്കാരാണ്. സലാം ചൊല്ലി സലാം വിളിക്കും. സലാം വിളിക്കതിന് ശേഷം ഞാൻ വന്ന സംഗതി പറഞ്ഞു. ഇപ്പോഴെല്ലാം ഭിന്നിപ്പും കാര്യവും ഒക്കെ ആയിപ്പോയില്ലേ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? അന്താരൽ ഹക്ക്, നിങ്ങൾ ഹക്കിന്റെ മേൽ അടിയുറച്ചു നിന്നോളൂ. അപ്പറം നമ്മളെ ഉസ്താദല്ലേ, ഇക്ക് ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യണം? അന്താരൽ ഹക്ക്, നീ ഹക്കിന്റെ മേൽ അടിയുറച്ചു നിന്നോളണം. വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ കഫറ, മടവൂര് കഫറ എന്ന് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. കഫറക്ക് പല അർത്ഥമുണ്ട്, അതെനിക്കും അറിയാം.